ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ 7ാമത്തെ അധ്യായമായിരിക്കുന്ന നിർഗുണ സ്വരൂപത്തിലൂടെ നാമാർത്ഥങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 143ാമത്തെ നാമം വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇപ്പൊ 144ാമത്തെ നാമത്തിൽ വീണ്ടും തുടങ്ങുകയാണ്. ദേവിയുടെ അതിമനോഹരമായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മം അല്ലെ, നിർഗുണ സ്വരൂപം, യഥാർത്ഥത്തിലുള്ള സത്യസ്വരൂപമാണത്. നാമരൂപങ്ങളെല്ലാം തന്നെ അതിൽ ആരോപിതമാണ്. അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ച് നാമരൂപങ്ങളെ വിട്ട് ശരീരബോധത്തെ അതിക്രമിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു നിഷ്കള സ്വരൂപത്തിൽ എത്തിച്ചേരുക. അവിടെയാണ് മെർജിങ് എന്ന് പറയുന്ന യോഗം സംഭവിക്കുക. കാരണം സമുദ്രത്തിൽ ലയിക്കുന്ന തുള്ളിയെ പോലെ നാമരൂപങ്ങളെല്ലാം വിട്ട് ശരീരം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ചേർന്ന ഈ പ്രപഞ്ചത്തെ വിട്ടുകൊണ്ട് യഥാർത്ഥ സ്വസ്വരൂപമാകുന്ന ആ എനർജി ഫോം, ആ അനക്കമില്ലാത്ത അല്ലെ നിശ്ചലമായിരിക്കുന്ന ശിവതത്വത്തിൽ ലയിച്ച് ജനന മരണങ്ങൾക്ക് അപ്പുറത്തുള്ള ദേഹിയുടെ പൂർണ്ണമായിരിക്കുന്ന സമ്പൂർണ്ണ ലയനം അവിടെ നടക്കുകയാണ്. അത് പറയാൻ പറ്റില്ല, അത് കിട്ടിയോന്ന് അറിയില്ല, അത് അനുഭവിക്കേണ്ട ഒരു തലമാണ്. അപ്പൊ അതിലോട്ടുള്ള യാത്രയാണ് നമുക്ക് ലളിതാ സഹസ്രനാമത്തിലൂടെ ഈ വശന്യാദി വാഗ്ദേവതകൾ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മളെ അവിടെ എത്തിച്ചേർക്കേണ്ടതും അതിനുള്ള അനുഗ്രഹം തരേണ്ടതും സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരിയായിരിക്കുന്ന നമ്മുടെ കുലദേവതയായിരിക്കുന്ന ദേവി തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നമ്മൾ 144ാമത്തെ നാമം നിത്യമുക്ത തുടങ്ങുന്നതാണ്. നിത്യമുക്ത, നിർവികാര, നിഷ്പ്രപഞ്ച, നിരാശ്രയ, നിത്യശുദ്ധ, നിത്യബുദ്ധ, നിരവധ്യ, നിരന്തര. നമുക്ക് നോക്കാം ഇവരുടെ അർത്ഥം എന്താണെന്ന്. അപ്പൊ നിത്യമുക്ത, അപ്പൊ കേൾക്കുമ്പോ തന്നെ അറിയാം, നിത്യവും മുക്തയായിട്ടുള്ളവൾ, എന്നും ജനന മരണങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ. മുക്തി എന്ന് പറഞ്ഞാല് ജനന മരണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. അപ്പോ നിത്യവും ഭക്തർക്ക് നിത്യമുക്തി നൽകുന്നതിൽ ഉത്സുകയായിട്ടിരിക്കുന്ന മോക്ഷസ്വരൂപിണിയായിരിക്കുന്ന ദേവി അല്ലെ, അങ്ങനെ എടുക്കണം നമുക്ക്. നിത്യവും മുക്തിയായിട്ടുള്ള ശക്തി. ഇപ്പൊ നിത്യമുക്ത എന്ന് പറഞ്ഞാൽ സകല കർമ്മബന്ധങ്ങളിൽ നിന്ന് സദാ മുക്തിയായിട്ടുള്ളവൾ എന്നർത്ഥം. തന്റെ ഭക്തരെ ശാശ്വതമായ മുക്തിയിൽ എത്തിക്കുന്നവളാണ് ശക്തി എന്ന് പറയുന്നത്. മുക്ത എന്നതിന് വൈഡൂര്യം പോലെ തിളങ്ങുന്നത് എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. ആ ഒരു നീർത്തുള്ളി, അങ്ങനെ അർത്ഥമുണ്ട്. ഇപ്പൊ നീർത്തുള്ളി എന്നത് ഗുണദോഷ സമ്മിശ്രമായ യാതൊരു ബന്ധനങ്ങളും അതിന് ബാധകമല്ല. സമുദ്രത്തിൽ ലയിക്കും, അത് തയ്യാറാണ്. ഓടയിലാണോ പരാതിയില്ല. മറ്റുള്ളവരുടെ ദാഹം തീർക്കണോ, തടാകത്തിലെ ജലജീവികളെ പോഷിപ്പിക്കണോ, എന്തിനും അത് തയ്യാറാണ്. അപ്പൊ താൻ എന്ത് സ്വീകരിക്കുന്നോ അതായിട്ട് തീരുന്നു. ഒരു ജലഗണം ബ്രഹ്മത്തെ മുഴുവൻ തന്നെ ആ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയണു. അപ്പൊ എന്തിനും തയ്യാറായി എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന തുള്ളി, അത് കടലിൽ ചേരുമ്പോൾ ജ്ഞാനപ്രാപ്തി സിദ്ധിക്കുന്നു. അപ്പൊ സാധകന്റെ മനസ്സും ഇങ്ങനെ ആയിരിക്കണം. കാരണം കാണുന്നതെല്ലാം ആ നിത്യതയിലേക്കുള്ള ഒരു യാത്ര ആണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് പരമമായിരിക്കുന്ന മുക്തി. അപ്പൊ ദേവിയെ ആശ്രയം ആ ഭക്തിയിലൂടെ മുക്തിയിൽ എത്തിച്ചേരണു. അത് നമുക്ക് കാണാം. അത് തന്നെയാണ് നമ്മൾ ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യ ലഹരിയിൽ ജപോജൽപ ശില്പം എന്ന് പറയുന്ന ആ ഒരു 4 വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അർത്ഥമാണ് അത് പറഞ്ഞു തരുന്നത് നമുക്ക്. എല്ലാ പ്രവർത്തികളെയും ദേവിക്കുള്ള അർച്ചനയായിട്ട് തീരട്ടെ. എൻ്റെ എല്ലാ കർമ്മങ്ങളും അല്ലെ, എൻ്റെ ആഹാരം, എൻ്റെ അശനം, കിടപ്പ്, എൻ്റെ നടപ്പ്, എൻ്റെ വാക്കുകൾ എല്ലാം ഈ ശക്തിക്കുള്ള അർച്ചനയായിട്ട് തീരട്ടെ. അപ്പോ എല്ലാം ഈശ്വരഹിതത്തിനായി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്ന അഗസ്ത്യ മഹർഷിയുടേത് വേണം നമ്മൾ കണ്ടുപഠിക്കാനായിട്ട്. കാരണം ദേവാസുര യുദ്ധത്തിലെ രാത്രികാലങ്ങളിൽ അസുരന്മാര് സമുദ്രത്തിന്റെ അടിയിലാണ് ഒളിച്ചിരുന്നത്. ദേവന്മാർക്ക് കണ്ടുപിടിക്കാനായില്ല. ദേവഹിതാർത്ഥം അഗസ്ത്യർ സമുദ്രം കുടിച്ചു പറ്റിച്ചു. അപ്പൊ ദേവന്മാർക്ക് അസുരവധം സാധ്യമായി. ഇതൊരു പ്രതീകമാണ്. കാരണം ജ്ഞാനസമുദ്രമാണ് അഗസ്ത്യ മഹർഷി കുടിച്ചത്. അങ്ങനെ അത് അദ്ദേഹം ശിവതുല്യനായിട്ട് തീർന്നു എന്നർത്ഥം. അപ്പൊ അറിവാണ് നിത്യം, അതാണ് നമ്മളെ മുക്തമാക്കുന്നത്. ഇപ്പൊ രാത്രിയാകുന്ന അജ്ഞാനത്തെ ജയിക്കാൻ പകലാകുന്ന ജ്ഞാനത്തിനെ കഴിയുള്ളൂ എന്ന് നമുക്കിത് കാണിച്ചു തരികയാണ്. മഹർഷികളെല്ലാം തന്നെ മഹാജ്ഞാനികളാണ് അല്ലെ, മഹർഷിമാരാണ് നമുക്ക് വഴികാട്ടികളായിട്ടിരിക്കുന്നത്. അപ്പൊ ദേവിയുടെ ഈ നാമം നമുക്ക് എന്താണ് നമ്മുടെ പരമമായ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
അടുത്ത നാമം നിർവികാര. നിർവികാര എന്ന് പറഞ്ഞാൽ വികാരങ്ങളില്ലാത്തത്. നിർ പ്ലസ് വികാരം, അതായത് മാറ്റങ്ങളില്ലാത്തവൾ. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നർത്ഥമുണ്ട്. അപ്പോ ആ ഒരു നിർവികാര എന്ന് പറഞ്ഞാൽ വികാരരഹിത, അല്ലേ? പുരുഷ പ്രകൃതികള് അനാദി സത്യങ്ങളാണ്. അപ്പോ പുരുഷൻ എന്ന ചൈതന്യം ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇവകളിൽ നിന്നെല്ലാം വിഭിന്നമായിരിക്കുന്ന കേവല ചൈതന്യം, വികാരരഹിതനായിട്ട് സദാ എന്താ പറയാ, ആ ഒരു ജഡരൂപത്തില്, മാറ്റമില്ലാത്ത അവസ്ഥയില്, അല്ലെ, നാമരൂപങ്ങളോ ചലനമോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വർത്തിക്കുന്നു. പ്രകൃതിയാകട്ടെ പ്രപഞ്ചത്തിന്റെ മൂല കാരണമാണ്, അനാദിയാണ്, ജഡമാണ്. അപ്പൊ സദാ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രൂപം അതിന് കൊടുക്കണമെങ്കിൽ ഒരു എന്താ പറയാ, എനർജി ഫോം, അല്ലെ, ഒരു ശക്തി വേണം അതിന്. ഇപ്പൊ ത്രിഗുണങ്ങൾ അതിന്റെ അംഗങ്ങളാണ്. പുരുഷ പ്രകൃതികൾ ചേരുമ്പോൾ ജഗത്തുണ്ടാകുന്നു. കാരണം ചലിക്കാത്ത വസ്തു, അത് പൂർണ്ണ ചൈതന്യമാണ്, പക്ഷെ ചലിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് എന്താണ് നാമരൂപങ്ങൾ വരാൻ കാരണം? എന്താ? ത്രിഗുണാത്മികയായിരിക്കുന്ന ശക്തി അതിനോട് ചേരുമ്പോഴാണ്. അപ്പോ പുരുഷനും പ്രകൃതിയും ചേർന്നാൽ മാത്രമേ ഈ ജഗത്ത് ഉണ്ടാകുന്നുള്ളൂ, അല്ലെ? ആദ്യം മഹത്തത്വം, അതിൽ നിന്ന് ബുദ്ധി, ക്രമത്തിൽ അഹങ്കാരം, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, പഞ്ചതന്മാത്രകള്, പഞ്ചഭൂതങ്ങള് തുടങ്ങി 24 തത്വങ്ങള് അതിനെ തുടർന്ന് ഉണ്ടാകണു. പുരുഷനോടുകൂടി 25 സാഖ്യ തത്വങ്ങള്. മേൽപ്പറഞ്ഞ കാര്യവും കാരണവും അല്ലാത്തവൾ, അതാണ് നിർവികാര എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം. അപ്പോൾ നിർഗതങ്ങളായിട്ടുള്ള വികാരങ്ങളോട് കൂടിയത് നിർവികാര. ഈ മനുഷ്യരുടെ വികാരങ്ങളുമായിട്ട് ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം ദേവി അനാദി ചൈതന്യമാണ്, അല്ലെ? അത് മാറ്റങ്ങൾക്ക് വിധേയമല്ല. ആ പരബ്രഹ്മ സ്വരൂപിണിയായി പ്രപഞ്ചത്തിലെ പുരുഷൻ, സ്ത്രീ എന്നുള്ള 2 ഭാവത്തിലാണ് അത് പ്രകടമാകുന്നത്. പുരുഷന്റെ അറിവും ഉത്സാഹവും സ്ത്രീ പ്രകൃതി സൃഷ്ടിയുമാണ് കാണിക്കുന്നത്. അപ്പൊ പ്രകൃതിയിലാണ് ഗുണങ്ങൾ അധിഷ്ഠാനമായിട്ടിരിക്കുന്നത്. അവിടെ പുരുഷൻ നിർഗുണനും ആ ഒരു ശക്തി വിഹീനനുമാണ്. അപ്പൊ ആ പുരുഷനാണ് ആത്മാവെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാലേ ഓജസ് ഉണ്ടാകുന്നുള്ളൂ. ശരീരം അങ്ങനെയാണ് പിറവിയെടുത്തിരിക്കുന്നത്. പ്രകൃതിക്ക് ആ പ്രതീകാത്മകമായിട്ട് 23 തത്വങ്ങൾ പറയുന്നുണ്ട്. ഭണ്ഡപുത്രന്മാര് പറഞ്ഞപ്പോ ആ പറഞ്ഞ 30-ൽ 23 എണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, പഞ്ചരുചികള്, പഞ്ചഭൂതങ്ങള്, ഇവയോട് ബ്രഹ്മവും പ്രകൃതിയും സമ്മേളിക്കുമ്പോൾ ആ ഒരു ലൗകികമായിരിക്കുന്ന ലോകം രൂപപ്പെട്ടു. അങ്ങനെ ഗുണങ്ങൾക്ക് അധീനവും മാറ്റങ്ങൾക്ക് വിധേയവുമാണത്. കാരണം അത് കാരണവും പ്രവൃത്തിയുമായിട്ട് മാറുന്നു. എന്നാൽ ഇതിനെല്ലാം അതീതമാണ് ദേവി. എന്നാൽ എല്ലാ വികാരങ്ങൾക്കും സാക്ഷിഭാവത്തിൽ വർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നിർവികാരയായിട്ട്. ഈ പ്രകൃതി, ഈ വിശ്വപ്രകൃതി ഇതില് നാനാ രൂപങ്ങളാകുന്ന അജവും ഗജവും നീല തിമിംഗലവും ഓരോ വ്യത്യസ്തമായ നാമരൂപങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തില് പരിലസിക്കണം. അപ്പൊ ബ്രഹ്മത്തിന്റെ നിർവികാരതയിൽ നിന്നാണ് സമഷ്ടിയും ഉരുത്തിരിയുന്നതെന്നർത്ഥം. അപ്പോ നിർവികാര എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ചേർത്ത് അടുത്ത നാമം വരുന്നുണ്ട്, നിഷ്പ്രപഞ്ച. അപ്പൊ നീര് പ്ലസ് പ്രപഞ്ച, പ്രപഞ്ചത്തിനപ്പുറം നിൽക്കുന്നവൾ, അല്ലെങ്കിൽ പ്രപഞ്ചമില്ലാത്തവൾ, അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമെടുക്കാം. ഇപ്പൊ ഭൂമി, സൗരയുധം തുടങ്ങിയ അനേക ഗ്രഹ നക്ഷത്രങ്ങള്, അതായത് ആ സമൂഹമുള്ള സർവപ്രപഞ്ചവും ദേവിയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നുള്ള നാമം. അപ്പോ ആ സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടി. ഇപ്പൊ പ്രപഞ്ച സൃഷ്ടി കാരിണി, പ്രപഞ്ചാതീതയായിട്ടിരിക്കുന്ന ആ മഹാശക്തി തന്നെയാണ് നിഷ്പ്രപഞ്ച. ദേവിയെ പ്രപഞ്ച നിയമങ്ങളോ ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. സദാ പൂർണ്ണയും സർവവ്യാപിയും ത്രികാല അതീതയുമാണ് ദേവി. അപ്പം ഏകം പലതായി വികസിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചമാകട്ടെ വികസിക്കുക, ചുരുങ്ങുക, ജനിക്കുക, നശിക്കുക മുതലായ ധർമ്മങ്ങളുണ്ട് അതിന്. അപ്പൊ സൃഷ്ടി സദാ മാറ്റത്തിന് വിധേയമാണ്, അല്ലെ? ഇതൊക്കെ അതീതമായിട്ട് അനാദി മധ്യാന്തമായിട്ട് ത്രികാലങ്ങൾക്ക് മാറ്റമില്ലാത്ത ബ്രഹ്മസ്വരൂപിണി, അദ്വൈതമൂർത്തി, ശിവസ്വരൂപിണി എന്നൊക്കെ പറയാം ദേവിയെ. അതുകൊണ്ടാണ് ആ നിഷ്പ്രപഞ്ച എന്ന് പറയുന്ന വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്.
നിർഗതമായിരിക്കുന്ന പ്രപഞ്ചമായിട്ടിരിക്കുന്നവൾ നിഷ്പ്രപഞ്ച. പ്രപഞ്ചം എന്നാൽ എന്താ? നമ്മുടെ ലോകം അല്ലെ, നമ്മുടെ അനുഭവ മണ്ഡലം. അപ്പൊ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന ഈ ഗ്രഹ നക്ഷത്രങ്ങളെല്ലാം തന്നെ പ്രപഞ്ചമായിട്ട് നമ്മൾ കണക്കാക്കണം. ഇവയൊക്കെ ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ നശ്വരവും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഈ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ? അനശ്വരമാണ് അല്ലെ. ആയിരക്കണക്കിന് കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഒരു മഹാവിസ്ഫോടനത്തിന്റെ ഫലമായിട്ട് പഞ്ചഭൂതങ്ങളാൽ പഞ്ചീകരിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. നമ്മള് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയുന്നത്. അഞ്ച് എന്നാൽ പഞ്ചം അല്ലെ. പ്രകർഷേണ എന്നാൽ ഉത്കൃഷ്ടമായി ഉണ്ടാക്കപ്പെട്ടത്, അതാണ് പ്രപഞ്ചം. ഇപ്പൊ ഖരാവസ്ഥയിലുള്ള ഭൂമി, ദ്രാവകാവസ്ഥയിലുള്ള ജലം, ഊർജത്തിന്റെ ഭാവമായിരിക്കുന്ന അഗ്നി, സഞ്ചാരത്തെ കുറിക്കുന്ന വായു, ശൂന്യതയെ സങ്കല്പിക്കുന്ന ആകാശം അല്ലെ. ഈ അഞ്ചിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന കൂടിച്ചേരലുകള് പല അളവുകളില്, അതിനെയാണ് നമ്മൾ പഞ്ചീകരിക്കപ്പെട്ട പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം ഉണ്ടായത് ആകാശമാണ്. അതിൽ നിന്ന് വായു, അഗ്നി, ജലം, ഭൂമി. ഇതിൽ പ്രകർഷേണ എന്ന വാക്ക് വരാൻ കാരണം ഉത്കൃഷ്ടമായ ഒരു ശക്തിയാണ് ഇവയെ കാലം, ഊർജം, സഞ്ചാരം, ദ്രവ്യം, ഗതി, സ്ഥലം ഇവയെല്ലാമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ ചുറ്റുമുള്ള ആ ഒരു എന്താ പറയാ അതിരുകളോ ചുറ്റളവുകളോ ആർക്കും നിർവചിക്കാൻ സാധ്യമല്ല, മനുഷ്യനാൽ സാധ്യമല്ല. എങ്കിലും മാറ്റങ്ങള് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അതിനുള്ളിലാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ദേവി എന്നത് ഈ സ്ഥൂല രൂപങ്ങളോ മാറ്റങ്ങളോ ഒന്നുമില്ലാത്തതാണ്. ഇപ്പൊ പരമാത്മ ചൈതന്യം സ്ഥായിയാണ്, മാറ്റമില്ലാതെ സാക്ഷി രൂപത്തിൽ വർത്തിക്കുന്നതാണ്. എന്നാൽ ജനനം, ജീവിതം, മരണം എല്ലാം ജീവികൾക്കാണുള്ളത്. ഒരു ചാക്രിക വലയത്തിലാണ് ഈ പ്രപഞ്ചം എന്നത്. നിത്യത എന്നാല് നിതാന്ത ശൂന്യതയാണ് അല്ലെ. നമ്മള് എന്താ പറയാ, ബ്ലാക്ക് ഹോൾ അല്ലെ, ശൂന്യം, മഹാശൂന്യത. മനുഷ്യന്റെ ആ ഒരു ബ്രഹ്മസ്വരൂപത്തെ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേരുമ്പോൾ അവൻ മറന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കഴിഞ്ഞ കുറെ നാമങ്ങളിലൂടെ നാം ബ്രഹ്മത്തിന്റെ ഗുണങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദേവിയുടെ തന്നെയാണ് ഈ പറയുന്ന എന്താ പറയാ ആ ഒരു രൂപമില്ലാത്ത ഭാവത്തെ മനസ്സിലാക്കി തരാനാണ് ഇത്രയും കാര്യങ്ങള് വശിന്യാദി വാഗ്ദേവതകള് അമ്മയെ അറിയുന്നവരാണില്ലേ. ആ പ്രപഞ്ചത്തിന് അപ്പുറത്ത് നിന്ന ദേവിയുടെ അതേ സ്വരൂപം തന്നെയാണ് വാഗ്ദേവികള്. അതുകൊണ്ടാണ് അവർ ഇത്രയും കറക്റ്റായിട്ട് ഇത്രയും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നത്. നിഷ്പ്രപഞ്ച. അടുത്ത നാമം നിരാശ്രയ. നീര് പ്ലസ് ആശ്രയ, ആശ്രയമില്ലാത്തവൾ അല്ലെ, ആശ്രയം വേണ്ടാത്തവൾ, ആശ്രയത്തിന് അപ്പുറത്ത് നിൽക്കുന്നവൾ. ഏത് അർത്ഥം വേണമെങ്കിലും നമുക്ക് എടുക്കാം. കാരണം മറ്റൊന്നിനെയും ആശ്രയിച്ച് നിൽക്കുന്നതല്ല എന്ന് മാത്രം നമ്മൾ എടുക്കുക. കാരണം ഇതിനെ വേറെ ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആരെ ആശ്രയിച്ച നിൽക്കുന്നത്? ദേവിയെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇപ്പൊ നിരാശ്രയ എന്നുള്ള നാമം എന്താണ്? ആ ഒരു നിർഗതമായ ആശ്രയത്തോട് കൂടിയവൾ നിരാശ്രയ. നമുക്ക് ആശ്രയം ആരാണ്? അമ്മയാണ് അല്ലെ. ഈ ഉണ്ടാക്കിയ ആളിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. മറ്റൊരു ആശ്രയത്തോടും ചേരാത്തവൾ അല്ലെ. കാരണം മറ്റൊന്നിനും ആധാരമോ ഒന്നിനോടും ബന്ധമോ ഇല്ലാത്ത ആ ഒരു ശക്തി, അതാണ് നിരാശ്രയ. എന്നാൽ എല്ലാം അതിനെ ആശ്രയിച്ചാണ് നീങ്ങുന്നത്. അപ്പം ആശ്രയവും ആധാരവും ഇല്ലാത്ത ഒന്നിനും നിലനിൽപ്പില്ല അല്ലെ. സാധാരണഗതിയിൽ ഭൂമിക്ക് ഒരു ആധാരമുണ്ട്. കാരണം ആ ഒരു എന്താ പറയാ സ്വാശ്രയമാണിത്. സ്വയം ഉണ്ടാക്കിയ അച്ചുതണ്ടിലാണ് ഭൂമി കറങ്ങുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സാങ്കല്പികമായിട്ട് താൻ തന്നെ ഉണ്ടാക്കിയ അച്ചുതണ്ടിലാണ് ഭൂമി കറങ്ങുന്നത് അല്ലെ. എന്നാല് ദേവിക്കാകട്ടെ ഒരു ആശ്രയം വേണ്ട. കാരണം സ്ഥൂലമല്ല ദേവി ചൈതന്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നിർഗുണ ഭാവത്തിൽ ഇത്രയും പ്രാധാന്യം. സൂക്ഷ്മമാണ്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങുമ്പോൾ സുഷുപ്തി അവസ്ഥയിലെ സ്വപ്നത്തിനും അപ്പുറത്താണ് സുഷുപ്തി എന്ന് പറയുന്നത്. നമ്മളൊരു ആധാരങ്ങളോ കാലത്തെയോ നമ്മൾ അറിയുന്നില്ല അല്ല. എത്ര സമയമാണ് ഉറങ്ങിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഉണർന്നു കഴിഞ്ഞ് വാച്ച് നോക്കുമ്പോഴേ അറിയുന്നുള്ളൂ. അപ്പോ നമ്മൾ എവിടെയാണ് അപ്പോ ഉണ്ടായിരുന്നത്? ആ സ്ഥലത്തെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോ ആ സകലതും സകലവരും സകല വസ്തുക്കളും എല്ലാം ഇതിനെ ആശ്രയിച്ച് ആകർഷിച്ച് നിലകൊള്ളുന്ന തത്വം ഇല്ലേ. ഇതിനെയാണ് നിരാശ്രയായിരിക്കുന്ന ദേവി. എല്ലാം ദേവിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. എല്ലാ പ്രകൃതി ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ പാരസ്പര്യമാണ് പ്രപഞ്ചത്തില് നമ്മൾ കാണുന്നത്. എന്നാൽ എല്ലാറ്റിനെയും താങ്ങുന്ന
ആ നടുക്കുള്ള ഒരു അച്ചുതണ്ടെന്ന് പറയാം. ആ ശക്തിയാണ് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത്. അത് ദേവിയാണെന്ന് പറയണു ഇവിടെ. നിത്യശുദ്ധ. അപ്പൊ ഈ ആശ്രയമായിട്ടിരിക്കുന്ന ആൾ എങ്ങനെ ഇരിക്കണം? ആ വ്യക്തി എന്താണ്? നിത്യശുദ്ധ. നിത്യ പ്ലസ് ശുദ്ധം. എന്നും ശുദ്ധമായിട്ട് തന്നെ നിൽക്കുന്നവൾ. ശുദ്ധി എന്ന് പറഞ്ഞാല് ജനന മരണാദി മാലിന്യമില്ലാത്ത അവസ്ഥ. അല്ലാതെ നമ്മൾ പറയും പോലെ ബാഹ്യശുദ്ധി, ആന്തരിക ശുദ്ധി ഒന്നും അല്ല. ജനനമോ മരണമോ ഇല്ലാത്ത അവസ്ഥ. അതിനെയാണ് നമ്മൾ നിത്യശുദ്ധ എന്ന് പറയുന്നത്. അപ്പൊ ത്രികാലത്തും അതേ അശുദ്ധി ഇല്ലാത്തവൾ. ജ്ഞാനികൾക്കും സദാ മനസ്സും വാക്കും ശരീരവും ശുദ്ധമാക്കി വെച്ചവരാണ് ജ്ഞാനികള്. അപ്പൊ ദേവിയെ പ്രാപഞ്ചികമായിട്ടുള്ള യാതൊന്നും ബാധിക്കുന്നില്ല. അത് കാരണമാണ് അമ്മയെ നമ്മൾ നിത്യശുദ്ധ, നിഷ്കളങ്ക, നിരാശ്രയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിത്യവും ശുദ്ധമായിരിക്കുന്ന ശക്തി അല്ലെ, യാതൊരു ആധാരവും ഇല്ലാതെ മറ്റൊന്നിലെ ആശ്രയിക്കാതെ നിത്യ നിർമ്മല ഭാവമാണ് ദേവിയുടേത്. അപ്പൊ ജീവികളിലേക്ക് വരുമ്പോൾ അശുദ്ധി എല്ലാം തന്നെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അത് ബാഹ്യത്തിലും ആന്തരത്തിലും ശരീരവുമായിട്ട് ഉൾപ്പെട്ടവയെല്ലാം തന്നെ, അതായത് മനസ്സിന് അശുദ്ധി ഉണ്ടാകുന്നതും എല്ലാം എന്തുകൊണ്ട്? ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധമാണ്. പ്രകൃതിയിൽ എല്ലാം കലർന്നിട്ടാണ് കിടക്കുന്നത്. മനുഷ്യനാണ് അതിനെ സംസ്കരിച്ചെടുക്കുന്നത്. നമ്മള് എന്ത് ഭക്ഷിച്ചാലും നമ്മുടെ ശരീരം അല്ലെ, ആമാശയം എല്ലാത്തിനെയും ശുദ്ധീകരിച്ച് ശുദ്ധമായതിനെ എടുത്ത് അശുദ്ധമായതിനെ പുറത്തു തള്ളുന്നു. എന്തിന്റെ സാമീപ്യത്തില്, എന്തിന്റെ സാക്ഷിഭാവത്തിൽ എന്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ ശരീരം ചെയ്യുന്നത്? ശുദ്ധമായ ഒരു വസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. ആ ചൈതന്യത്തെയാണ് നമ്മൾ ദേവി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അശുദ്ധം എന്ന് പറയാം. എങ്കിലും അതിനുള്ളിലെ ആത്മാവ് നിത്യശുദ്ധമാണ്. അപ്പൊ ഈ അശുദ്ധത ആ ഒരു ഏശാത്ത ശുദ്ധ ബോധ സ്വരൂപമാണ് ദേവി. ഇപ്പൊ ജീവൻ സദാ ശുദ്ധമായിട്ടിരിക്കണം. ആ ഒരു നിത്യവുമുള്ള ആത്മധ്യാനം തന്നെയാണ് മനുഷ്യന്റെ ശുദ്ധിയെ നിലനിർത്തുന്നത്. ആ ആന്തരിക ദർശനമുള്ള വ്യക്തികള് സ്വയം അവരെ തന്നെ സദാ നിരീക്ഷിച്ച് ശുദ്ധമായി തീരുന്നു. അങ്ങനെ അവര് മറ്റുള്ളവരെയും പ്രപഞ്ചത്തെയും അറിയണു. ഇപ്പൊ ശുദ്ധയായ ദേവിയെ ബന്ധിക്കുന്ന സാധകൻ കാലക്രമേണ നിത്യശുദ്ധരായിട്ട് തീരുന്നു എന്നർത്ഥം. കുണ്ടലിനി ശക്തി എന്നും ശുദ്ധം തന്നെയാണ് അല്ലെ. അപ്പോ നിത്യശുദ്ധയായിരിക്കുന്ന ദേവി നിത്യബുദ്ധ, എന്നും ബോധസ്വരൂപമായിട്ട് നിൽക്കുന്നവൾ. 149 നാമമാണ് നിത്യബുദ്ധ എന്ന് പറയുന്നത്. ആത്മാവ് സദാ ശുദ്ധമാണ്. ദേവി പരമാത്മാവാണ്. നിത്യശുദ്ധമായ ആത്മസ്വരൂപത്തില് സർവജീവികളിലും ഇരിക്കുന്നു. ദേവി ത്രികാലത്തിലും ജ്ഞാനസ്വരൂപിണിയാണ്, ചിദ്രൂപിണിയാണ്, നിത്യബുദ്ധ. ഇപ്പൊ വിജ്ഞാനത്തില് ആ വിജ്ഞാനിയിൽ നിന്ന് വിജ്ഞാനത്തെ വേർതിരിക്കാൻ സാധ്യമല്ല. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ചിദ്രൂപത്തിൽ നിന്ന് ചിത്ത് വേർതിരിക്കാനും, ആ ഒരു ചിത്ത് ജ്ഞാനമയം ആണ്, അതുകൊണ്ട് അതിനെ വേർതിരിക്കാൻ പറ്റില്ല. ആ ഒരു ബുദ്ധമതസ്ഥയായ ആ ഒരു മതസ്ഥയായ താരയും ദേവി തന്നെയാണ്. ബുദ്ധമതക്കാരുടെ ആരാധനാപാത്രമാണ് താരാദേവി അല്ലെ, ഭവതാരിണി. ഇപ്പൊ നവാവരണ പൂജയില് സർവ്വ ആനന്ദമയ ചക്ര പൂജയ്ക്ക് ശേഷം ദേവിയെ ഷഡ് ദർശനങ്ങളുടെ ഈശ്വരിയായിട്ട് പൂജിക്കുന്നുണ്ട്. ആ ബുദ്ധ ജൈനന്മാർ മാർഗങ്ങളിലെ ഗായത്രിയെ ഉപാസിക്കുന്ന വൈദിക മാർഗം, സൂര്യദേവതയെ ഉപാസിക്കുന്ന സൗരം, വൈഷ്ണവം, ശാക്തം, ശൈവം എല്ലാം ഈ 6 വിധ സാധനകൾക്കും ഭുവനേശ്വരി തന്നെയാണ് ഈശ്വരിയായിട്ടിരിക്കുന്നത്. അപ്പോ നിത്യവും ആ ഒരു ബോധശക്തിയോടെ വർത്തിക്കുന്നത് ആരോ ആ ശക്തി നിത്യബുദ്ധ. ഇപ്പൊ കാമേശ്വരി എന്ന വാക്ക് ദേവത പറയുന്നു. അപ്പൊ നമ്മൾ ആ ദേവതയെ കാമേശ്വരി എന്നുള്ള വാക്കുകൊണ്ടാണ് പറയുന്നത് അല്ലെ. നിത്യമായ ബോധസ്വരൂപിണി പരാശക്തി. അപ്പൊ നിത്യബുദ്ധയും നിത്യശുദ്ധയുമായ ദേവി എല്ലാവരുടെയും അന്തർയാമിയായിട്ടാണ് അവരെ ശുദ്ധീകരിക്കുന്നു. ഇപ്പൊ വിദ്യാദേവിയായിരിക്കുന്ന സരസ്വതി ദേവിയാണ് എല്ലാവരിലും ആ ഒരു ബുദ്ധത്വത്തോടെ ഇരിക്കുന്നത്. ബോധസ്വരൂപത്തിൽ നിന്ന് മാത്രമേ വിദ്യ ഉടലെടുക്കുന്നുള്ളൂ. വിദ്യയെ സൃഷ്ടിച്ച ബ്രഹ്മാവ് തന്നെ ആ അറിവ് തന്നെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ബ്രഹ്മാവിന്റെ പത്നിയും പുത്രിയുമാണെന്ന് ആലങ്കാരികമായിട്ട് പറയാറുണ്ട് അറിവ്. കാരണം ബ്രഹ്മത്തിന്റെ സൃഷ്ടിഭാവമായിരിക്കുന്ന ഭാവം ബ്രഹ്മാവിന്റെ സ്വന്തമാണ്. അറിവാകുന്ന ജ്ഞാനം സംഭരിച്ച് അതിനെ വിജ്ഞാനമാക്കി തീർക്കുന്നതാണ് വിദ്യയുടെ ലക്ഷ്യം. അപ്പൊ നിയന്ത്രിതമല്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് ബുദ്ധത്വം കൈവരുന്നത്. മനസ്സിനെ ബലപ്പെടുത്തിയാൽ മാത്രമേ ബുദ്ധത്വം നേടാൻ സാധിക്കുകയുള്ളൂ. സിദ്ധാർത്ഥനായിരിക്കുന്ന ഗൗതമ ബുദ്ധൻ അല്ലെ, ബൗദ്ധിക ജ്ഞാനം തേടി ആ ഒരു ബോധിസത്വനായിട്ട് തീർന്നു.
അപ്പോൾ സിദ്ധാർത്ഥകുമാരന്റെ ആ ഒരു കുതിരയുടെ പേര് ആ കന്ധകം എന്നായിരുന്നു. ഈ കുതിര സിദ്ധാർത്ഥകുമാരന് പ്രിയപ്പെട്ടതായിട്ട് തീരാനുള്ള ഒരു കാരണമാണ് ഈ ഒരു കഥയുണ്ട് അങ്ങനെ. ഒരിക്കൽ അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിച്ചു സഞ്ചരിക്കുമ്പോൾ ശക്തനായ ഒരു കാട്ടുകുതിര അദ്ദേഹത്തിൽ ആകൃഷ്ടനായി. അപ്പൊ തന്റെ മുന്നിൽ വന്ന് ശരണാഗതി ചെയ്ത് ഒരു ചുമരു പോലെ നിന്ന കുതിരയുടെ കന്ധകം എന്ന കുതിരയ്ക്ക് കന്ധകം എന്ന നാമം കൊടുത്തിട്ട് തന്റെ കൂടെ സിദ്ധാർത്ഥകുമാരൻ കൊണ്ടുപോയി. കന്ധനം എന്നാൽ ചുമർ എന്നാണ് അർത്ഥം. ഇപ്പൊ കാട്ടുകുതിരയുമായിട്ട് കൊട്ടാരത്തിലെത്തിയ പുത്രനെ കണ്ട് ശുദ്ധോദന മഹാരാജാവ് കായിക ശക്തിയിലാണ് കുതിരയെ മെരുക്കി കൊണ്ടുവന്നതെന്ന് തെറ്റിദ്ധരിച്ചു. അതിലേറെ സന്തോഷിച്ചു ബുദ്ധന്റെ മേലുള്ള നിയന്ത്രണത്തിൽ അയവ് വരുത്തി. അതുവരെ ബുദ്ധനെ പുറം ലോകം കാണിക്കാതെയാണ് അദ്ദേഹം വളർത്തിയിരുന്നത്. ഇങ്ങനെ ഒരു കാരണം തന്നെ ബുദ്ധന് ആധ്യാത്മികതയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി എന്ന് പറയുന്നു. പിന്നെ ഭിക്ഷുവായി മാറിയ സിദ്ധാർത്ഥൻ തന്റെ കൊട്ടാരം ഉപേക്ഷിച്ചു. കന്ധരത്തെ അദ്ദേഹം നദിക്കരയിൽ ഉപേക്ഷിച്ചു. തന്റെ യജമാനൻ തന്നെ ഉപേക്ഷിച്ചെന്നറിഞ്ഞ കന്ധരം ആ നദിയിൽ ജീവത്യാഗം ചെയ്തു എന്ന് പറയപ്പെടുന്നു. അപ്പൊ തന്റെ മരണം പോലും അറിയാത്ത കന്ധരം ബുദ്ധത്വം പ്രാപിച്ച് ആ നിത്യതയിലേക്ക് യാത്രയായി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പൊ ബ്രഹ്മത്തിന്റെ ആ ഒരു നിത്യമുക്ത ശുദ്ധ ബുദ്ധ സ്വരൂപം എന്നാല് അത് ഒരിക്കലും നാശത്തിന് വിധേയമല്ല എന്നർത്ഥം. കാരണം അറിവിന് നാശമില്ല. മനുഷ്യൻ നിർവ്വാണത്തെക്കുറിച്ച് ഉള്ള സമ്പൂർണ്ണ ജ്ഞാനം നേടുമ്പോൾ ബന്ധനങ്ങളിൽ നിന്ന് അസ്തിത്വങ്ങളിൽ നിന്നെല്ലാം മോചിതനാവുകയും സമൂഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ശ്രീ ബുദ്ധൻ, ശ്രീ ശങ്കരാചാര്യർ, ശ്രീരാമകൃഷ്ണ പരമഹംസര്, ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ രീതിയിൽ നിർവ്വാണാവസ്ഥയെ പ്രാപിച്ചവരാണ്. നമുക്കറിയാം അല്ലെ. അപ്പൊ ബുദ്ധ എന്നാല് കാട്ടുകുതിര എന്ന അർത്ഥം പറയാൻ കാരണം ഒന്നിലും ഒതുങ്ങാത്ത ശക്തി. അതുകൊണ്ടാണ്. അപ്പോ ആ ഒരു ബ്രഹ്മശക്തി ഒരിടത്തും നമുക്ക് ഒതുക്കി നിർത്താൻ സാധ്യമല്ല. സദാ വ്യാപനമുള്ളതാണ് എന്നർത്ഥം. അപ്പോ ദേവിയുടെ ഈ നാമം, അതായത് നിത്യബുദ്ധ എന്നും ബോധസ്വരൂപമായിട്ട് നിൽപ്പവൾ. അപ്പൊ ആ അമ്മയെ ആശ്രയിച്ചാൽ നമുക്കും ആ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത നാമം നിരവധ്യ. നിര പ്ലസ് അവധ്യ. അവധ്യം എന്ന് പറഞ്ഞാൽ മാലിന്യമില്ലാത്തവൾ, നിരവധ്യ. അപ്പോ അവിദ്യ എന്നാല് പറയാൻ പാടില്ലാത്തത് അല്ലെ, അവധ്യം പറയാൻ പാടില്ലാത്തത്. ഇത് കുറ്റം, കളവ്, പാപം തുടങ്ങിയ ഉണ്ടാക്കുന്നത് അവിദ്യയിൽ നിന്നാണ് അല്ലേ. ഇപ്പൊ ശ്രീവിദ്യയായ ദേവിയില് അതില്ല. ദേവി ചിദ്രൂപിണി. ഇപ്പൊ ജീവാത്മാക്കളെ സംബന്ധിച്ച് അവധ്യം ഒരു നരകത്തിന്റെ പേരാണ്. ഭയമാണ് നരകം. അതായത് ആ ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ദേവി ഉപാസകരെ പാപം പുരളാതെ സംരക്ഷിക്കുന്നു. പാപം ചെയ്തവരെ കാലക്രമത്തില് ആ ഒരു ഫലക്ഷയം വരുത്തി ഉദ്ധരിക്കണു എന്നും നമുക്ക് എടുക്കാം. അപ്പോ നിർഗതമായിരിക്കുന്ന അവധ്യമായ ശക്തിയാണ് നിരവധ്യ. അപ്പൊ അപൂർണതയില്ലാത്ത ശക്തി. അപ്പൊ ബ്രഹ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. സദാ ശുദ്ധമായ ബോധ സ്വരൂപത്തില് അപൂർണതയില്ല. പ്രകൃതിയോട് ചേരുമ്പോഴാണ് നമ്മൾ അതിന് ജ്ഞാനവും അജ്ഞാനവും കൽപ്പിക്കുന്നത്. ഇപ്പൊ മോഹം, അഹം തുടങ്ങിയ മാലിന്യങ്ങളാണ് ഈ അജ്ഞാനം സൃഷ്ടിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലെ ചൈതന്യം ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു ആത്മാവിനാൽ താഴ്ക്കാനോ നിന്ദിക്കാനോ കുറ്റപ്പെടുത്താനോ സാധ്യമല്ല. അവധ്യം എന്നാല് കുറവ് അല്ലെങ്കിൽ കുറ്റം, അപൂർണത, ലജ്ജ, ദൂഷ്യം, നിന്ദ്യം എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ ഇതൊന്നും ശക്തി സ്വരൂപത്തിന്റെ ലക്ഷണങ്ങളല്ല എന്നർത്ഥം. മറ്റൊരാളെ നിന്ദിക്കുന്നത് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ആയിരിക്കണം. ഇനി അവധ്യം എന്ന നരകത്തിൽ നിന്ന് സാധകനെ രക്ഷിക്കുന്ന അമ്മയാണ് ദേവി. അപ്പൊ ദേവി ഉപാസകരെ നിന്ദിക്കുന്നവർക്കുള്ള നരകമാണ് അവധ്യം. ഭക്തിയുള്ളവർ മറ്റുള്ളവരെ നിന്ദിക്കാറില്ല. വാത്സല്യനിധിയായ ജഗദംബിക തന്റെ ആ ഒരു വാത്സല്യത്താല് പ്രായശ്ചിത്തത്തിന് അവസരം കൊടുത്ത് രക്ഷിക്കുന്ന കാരുണ്യമൂർത്തിയാണ് അല്ലേ. ആ അമ്മയെ ഉപാസിക്കണം നമ്മള്. ഒരിക്കലും ദേവി ഉപാസകരെ നിന്ദിക്കാൻ പാടില്ല. കാരണം മരണം ഒരു നിമിഷത്തിലെ വേദനയാണ് തരുന്നതെങ്കിൽ ആ ഒരു എന്താ പറയാ, ഈ നിന്നാന്ന് പറയുന്നത് മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കും. അപ്പൊ ആ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ വാക്കിലോ പ്രവൃത്തിയിലോ നിന്ദിച്ചാല് അത് അസഹനീയമാണ് അല്ലെ, കൊലയേക്കാൾ ക്രൂരമാണ്. മഹാഭാരതത്തിലെ ഒരു കഥ നമുക്കത് നോക്കാം. എന്താന്ന് വെച്ചാൽ തന്റെ ആ ഒരു വില്ലായിരിക്കുന്ന ഗാണ്ഡീവത്തെ ആരെങ്കിലും നിന്ദിച്ചാല് അത്
എന്താ പറയാ, അവരെ അത് തത്ക്ഷണം കൊല്ലും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ആം, ഒരു എന്താ പറയാ, ഒരു ശപഥം എടുത്തിരുന്നു അർജുനൻ. കുരുക്ഷേത്ര യുദ്ധത്തില് കർണനുമായിട്ടുണ്ടായ യുദ്ധത്തില് ആദ്യ ദിവസം കർണനെ ഒന്നും ചെയ്യാനായില്ല അർജുനന്. അന്ന് വൈകിട്ട് യുധിഷ്ഠിരൻ അർജുനനെയും ഗാണ്ഡീവത്തെയും വളരെയധികം നിന്ദിച്ച് സംസാരിച്ചു. അർജുനൻ തകർന്നുപോയി. തന്റെ ഗാണ്ഡീവത്തെ പുച്ഛിച്ച സഹോദരനായ യുധിഷ്ഠിരനെ കൊല്ലുന്നതിന് പകരം സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്ന് കരുതി ചിത ഒരുക്കി. ഇതറിഞ്ഞ യുധിഷ്ഠിരൻ തന്റെ തന്നെ വധിച്ചാലും സാരമില്ല ഉദ്യമത്തിൽ നിന്ന് അർജുനനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഉറച്ച തീരുമാനമെടുത്ത അർജുനൻ ചിതയ്ക്ക് വലം വെച്ചുകൊണ്ടിരുന്നപ്പോൾ പീതാംബരധാരിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ടെത്തി. ഭഗവാൻ പറഞ്ഞു, എന്തിനാണ് ആത്മത്യാഗം ചെയ്യുന്നത്? തന്റെ ഗാണ്ഡീവത്തെ നിന്ദിച്ച ആളെ തിരിച്ചു നിന്ദിച്ചാൽ പോരെ? ഇപ്പൊ നിന്ന എന്നത് വധത്തിന് തുല്യമാണ്, പ്രത്യേകിച്ച് മുതിർന്നവരെ. ഇപ്പൊ ഭഗവാന്റെ എന്താ പറയാ, ശരി കേട്ട് അർജുനന് അത് സ്വീകാര്യമായില്ല. ധർമ്മിഷ്ഠനായിരിക്കുന്ന ചേട്ടനെ എങ്ങനെ നിന്ദിക്കും? അതിനേക്കാൾ മരണമാണ് അഭികാമ്യം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഏട്ടനെ നിന്ദിച്ച ശേഷം ആത്മപ്രശംസ ചെയ്താൽ മതി, അതും മൃത്യുവിന് തുല്യമാണ്. അപ്പൊ ചേട്ടനെ വധിച്ചു കഴിഞ്ഞ് സ്വയം ആത്മാഹൂതിയും ചെയ്യാം. പിന്നെ തീർത്ഥാടനം, സേവനം, ദാനം തുടങ്ങിയവയിലൂടെ ആ പാപത്തെ നമുക്ക് ഇല്ലാതാക്കാം. അങ്ങനെ അർജുനൻ ജ്യേഷ്ഠനെ നിന്ദിച്ച് ക്ഷമ ചോദിച്ചു. പിന്നെ ആത്മപ്രശംസ ചെയ്ത് പരിഹാരവും കണ്ടു. അപ്പൊ എന്താണ്? ആത്മപ്രശംസയും വളരെയധികം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അർത്ഥം. കാലക്രമത്തിലെ ദേവഭക്തനായിട്ട് ദാന തീർത്ഥാടനങ്ങൾ ചെയ്ത് പാപമുക്തനുമായി. അർജുനനെ അവധം എന്ന നരകത്തിൽ നിന്ന് മോചിപ്പിച്ചത് പരാശക്തിയാണ്. അപ്പൊ നിന്ദിക്കാനും നിന്ദിക്കപ്പെടുവാനുമുള്ള അവസരങ്ങൾ ഇല്ലാതെ മുന്നേറുകയാണ് ഒരു ദേവി ഉപാസകന്റെ ലക്ഷ്യമെന്നർത്ഥം. അപ്പോ ദേവി എന്താണ്? നിരവധ്യ, മാലിന്യമില്ലാത്തവൾ, നിരന്തര. അടുത്ത നാമം പറയണു, അമ്മ നിരന്തരയാണ്. നിര പ്ലസ് അന്തര. അന്തരം എന്ന് പറഞ്ഞാൽ വിടവ്, വിടവില്ലാതെ എങ്ങും നിറഞ്ഞു സ്ഥിതി ചെയ്യുന്നവൾ. എന്താണ്? കാലത്തിന്റെ വിടവില്ലാതെ എപ്പോഴും ഒരുപോലെ നിറഞ്ഞു സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അപ്പോ ഒരു നിരന്തരം, ഇടവേള ഇല്ലാതെ തുടർച്ചയായി സർവകാലവും വ്യാപിനിയായിട്ടിരിക്കുന്നവൾ, സർവത്തിന്റെയും മൂല കാരണമായിട്ടിരിക്കുന്നവൾ. അപ്പോ ഒരു നിർഗതയായ അന്തർയാമിയായിട്ട്, അല്ലെ, അന്തരയായിട്ട് വർത്തിക്കുന്നവൾ നിരന്തര. ഇപ്പൊ ബ്രഹ്മവും മായയുമാണ് പ്രകാശവും പ്രതിഫലന ശക്തിയുമായിട്ടിരിക്കുന്നത്. അന്തരമില്ലാത്ത, വ്യത്യാസമില്ലാത്തവളാണ് ദേവി. മാറ്റമില്ലാത്തത് കൊണ്ട് വിഭജിക്കപ്പെടുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഭക്തിയിലും വിഭക്തിയിലും ജ്ഞാനത്തിലും അജ്ഞാനത്തിലും സൗന്ദര്യത്തിലും വൈരൂപ്യത്തിലും നിന്നിലും എന്നിലും എല്ലാം യാതൊരു വ്യത്യാസവുമില്ലാതെ, അന്തരമില്ലാതെ വർത്തിക്കുന്ന ശക്തി. അപ്പൊ ഈ ജഗത്തിലെ കാണുന്ന എല്ലാം തുല്യ ശ്രേഷ്ഠതയുള്ളതാണെന്ന് അർത്ഥം. ശ്രേഷ്ഠമാകുന്നത് കർമ്മമാണ്, അല്ലെ? അപ്പൊ അതിന്റെ മേന്മയാണ് നല്ലത് എന്ന പട്ടം നൽകുന്നത്. അപ്പൊ എന്റെ നന്മ തിന്മകള് അത് പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്. ഇപ്പൊ ശ്രേഷ്ഠമായ ചിന്തകള് ഛിദ്രം വരുത്താത്ത ശക്തിയാണ് ദേവി. ഇപ്പൊ ചിലതിനോട് അമിത സ്നേഹം, ചിലതിനോട് വെറുപ്പ്, ചില പ്രവർത്തികൾ തെറ്റ് ശരി, ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് ഛിദ്രത്തിനുള്ളത്. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഛിദ്രം ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. ഒരിടത്തും ഛിദ്രം വരുത്താതെ എല്ലാവരിലും ഈ ശക്തിയെ കണ്ടാൽ പിന്നെ എല്ലാറ്റിനെയും സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അപ്പൊ ഭഗവാൻ അർജുനനോട് പറയണു, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത, അഹം ആദിശ്യ മധ്യം ച ഭൂതാനം അന്തരേവച. അപ്പൊ ഞാൻ എന്ന ഒരാൾ തന്നെയാണ് എല്ലാ ഭൂതങ്ങളിലും എല്ലാവരുടെ അന്തരംഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്. ചരാചരങ്ങളിലെ ആദ്യവും മധ്യവും അന്തവും ഞാൻ തന്നെയാണ്. ഇവിടെ ഈ നാമത്തില് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം നിരന്തരമായിട്ട്, ഒരിക്കലും ഇല്ലാതാകാതെ നമ്മളിൽ നിരന്തരമായിട്ട് വർത്തിക്കുന്നവളാണ് ദേവി. അങ്ങനെ നമ്മൾ അടുത്ത നാമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നിഷ്കാരണ, നിഷ്കളങ്ക, നിരുപാധിർ, നിരീശ്വര, നീരാഗ, രാഗമഥനി, നിർമ്മദ, മദനാശിനി. എല്ലാം നകാരത്തിൽ തുടങ്ങുന്നതാണ്. കാരണം ദേവിയുടെ നിഷ്കള രൂപത്തെ വർണ്ണിക്കാനാണ് ഇത്രയും നാമങ്ങള് വശിന്യാദി വാഗ്ദേവതകൾ പറയണത്. അടുത്ത നാമം പറയണു നിഷ്കാരണ. നിർ പ്ലസ് കാരണ. ഇപ്പൊ കാരണമില്ലാത്തവൾ, ഇല്ലേ? നമ്മളെ കാരണവും കാര്യത്തെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പൊ നിമിത്തമോ
ഉപാദാനമോ ഉദ്ദേശമോ ഇല്ലാത്തവൾ. നിമിത്ത കാരണം. എന്താണ് നിമിത്ത കാരണം? ഒരു വസ്തു ഉണ്ടാക്കിയ ആള്. ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാക്കാൻ ഉപയോഗിച്ച പദാർത്ഥം. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പദാർത്ഥം എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അത് ഉദ്ദേശം. ഇങ്ങനെ 3 കാരണങ്ങളുണ്ട്. ഈ 3 കാരണങ്ങളും ബാധിക്കാത്തവൾ. അപ്പോ ആ ഒരു എന്താ പറയാ, ഉപാധികളൊന്നുമില്ലാത്ത ആ, നിരന്തരയായിട്ടിരിക്കുന്ന ദേവി നിഷ്കാരണയാണ്, അല്ലെ? അപ്പൊ നിഷ്കാരണ എന്നുള്ള വാക്കിന് നമ്മളിപ്പോ എന്താ പറയാ, അതിന് നമുക്ക് പല അർത്ഥങ്ങൾ എടുക്കാം. നിശേഷമായ കാരണമായിട്ടിരിക്കുന്നവൾ, ഇല്ലേ? അപ്പൊ കാരണം ഇല്ലാത്തവൾ, ശരീരമില്ലാത്തവൾ, കാരണമായ ബ്രഹ്മത്തില്, അതായത് കാരണമായ ബ്രഹ്മത്തിന് മറ്റൊരു കാരണത്തിന്റെ ആവശ്യമില്ല എന്നർത്ഥം. ഇപ്പൊ സർവഭൂതങ്ങളിലും ചൈതന്യമായിട്ട് വർത്തിക്കുന്നവൾ നിഷ്കാരണ. ഇപ്പൊ ശരീരബോധത്തിൽ മാത്രം ജീവിക്കുന്നവർക്ക് അകാരണമായ ഒരു ഭയം ഉണ്ടാകും. എവിടെയാണ്? ഇവിടെയാണ് ഭക്തി തുണയ്ക്കുന്നത്, അല്ലെ? ഇഷ്ടദേവതയായിരിക്കുന്ന ദേവി ആ കാരണങ്ങളാകുന്ന ദുഃഖങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നു. അപ്പൊ സാധകനും ആ കാരണങ്ങളിൽ നിന്ന് മോചനം നേടി മനസ്സ് ശക്തിപ്പെടുന്നു. എല്ലാത്തിന്റെയും മൂലശക്തിയായിട്ടിരിക്കുന്നവൾ. നമുക്ക് അങ്ങനെ എടുക്കാം, അല്ലെ? അടുത്ത അടുത്ത നാമമാണ് നിഷ്കളങ്ക. അപ്പൊ നിഷ്കാരണ എന്ന് പറയുന്നത്, കാരണം ആ നിരന്തര നിഷ്കാരണ രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. അടുത്ത നാമമാണ് നിഷ്കളങ്ക. കളങ്കം ഇല്ലാത്തവൾ. കളങ്കത്തിന് അടയാളം എന്ന അർത്ഥമുണ്ട്. സ്ഥൂലമോ സൂക്ഷ്മവുമായിട്ടുള്ള ഒരു കളങ്കവും ഇല്ലാത്തവൾ, ഒരു അടയാളം കൊണ്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവൾ. അപ്പൊ പാപസംബന്ധമില്ലാത്തവൾ, അല്ലേ? അപ്പൊ നിഷ്കളങ്ക. അപ്പോ ശ്രീചക്രത്തിൽ നമ്മള് ദേവിയെ ആവാഹിക്കുമ്പോൾ നമ്മള് ദേവിയുടെ വാസസ്ഥാനമാണ് നമ്മൾ ശ്രീചക്രമായിട്ട് പറയാറുള്ളത്, അല്ലെ? അപ്പൊ ശ്രീചക്രത്തിൽ ദേവിയെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു മന്ത്രമുണ്ട്. മഹാപത്മവനാന്തസ്തേ കാരണാനന്ദ വിഗ്രഹേ എന്ന് പറയുന്നത് സഹസ്രാര പത്മത്തിലെയും ആ ഒരു ബ്രഹ്മാണ്ട പത്മത്തിലേക്കും മൂല കാരണ ആനന്ദ സ്വരൂപമായ മധുമതി, അതായത് ചിന്മയി എന്ന അർത്ഥത്തിലാണ്. കാരണം കാരണദ്രവ്യം പൂർണ്ണമായും തന്നിലാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ, പരമാനന്ദ ചിദാനന്ദ ലഹരിയില് സദാ ലാസ്യ നൃത്തമാടുന്നവൾ ദേവി എന്നർത്ഥം, അല്ലെ? മഹാപത്മവനാന്തസ്തേ കാരണാനന്ദ വിഗ്രഹേ സർവഭൂതഹിതേ മാതഃ ഏഹി ഏഹി പരമേശ്വരി സ്വാഹ. ഈ മന്ത്രം വളരെ അർത്ഥവത്താണ്. കാരണം നമ്മുടെ ആ വനം എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കാരണം ആ വനത്തിൽ നിന്ന്, അല്ലെ? കദംബ വനവാസിനിയാണ് ദേവി. കാരണം അവിടെ നിന്നാണ് നമ്മൾ ദേവിയെ ആവാഹിച്ചു കൊണ്ടുവരുന്നത്. ആ ദേവിക്ക് എന്താ പറയാ, പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മ ചൈതന്യമാണ്. കാരണം അത് പാപ സംബന്ധങ്ങൾ യാതൊന്നുമില്ലാത്ത നിത്യമായിട്ട് ശുദ്ധിയായിട്ട് ഇരിക്കുന്നവൾ നിഷ്കളങ്ക. ഇപ്പൊ നിർഗതമായിട്ടുള്ള കളങ്കമായിരിക്കുന്നവളും നിശേഷ കളങ്കമില്ലാതെ മറ്റൊരാളിന്റെ ആനന്ദത്തിൽ സന്തോഷിക്കുന്നവളാണ് ദേവി. ഇപ്പൊ നിഷ്കളങ്കയായിരിക്കുന്ന ദേവി, കളങ്കം നിലനിൽക്കാത്തവൾ. ഇപ്പൊ ബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കളങ്കരാഹിത്യാണ്. പ്രകൃതിയിലുള്ളതെല്ലാം തന്നെ ശുദ്ധമാണ്, കളങ്കമില്ലാത്തതാണ്. മനുഷ്യന് മാത്രമാണ് മാലിന്യവും കളങ്കവും ബാധിക്കുന്നത്, അല്ലെ? മനുഷ്യന് മാത്രമേ ആ ചിത്തമുള്ളൂ. മറ്റ് അന്ധകരണങ്ങളെല്ലാം മനുഷ്യനാ ഉള്ളത്. അപ്പൊ പ്രകൃതിയുടെ ഷഡ് വികാരങ്ങളുമായി ചേരുന്നതാണ് ആ മനുഷ്യനെ മലിനപ്പെടുത്തുന്നത്. സത്തും അസത്യവും എല്ലാം എന്താ പറയാ, നിതാന്ത ചൈതന്യത്തെ ബാധിക്കുന്നേ ഇല്ല. കറകൾ ഇല്ലാതാക്കുന്നത് ദേവിയാണ്. എല്ലാ സൃഷ്ടികളും ജനിക്കുമ്പോൾ നിഷ്കളങ്കരാണ്. പുലിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും എല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ അതിന്റെ ചുറ്റുപാടുകൾക്കും പ്രകൃതത്തിനും അനുസരിച്ച് പ്രകൃതിയിൽ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുക. മനുഷ്യനാകട്ടെ എല്ലാ ഗുണങ്ങളും സ്വീകരിച്ച് ആ ഒരു പ്രപഞ്ചാതീതനായിട്ട് മാറണു. ഭഗവാൻ ഗീതയിൽ പറയണു, ഭൂമിയുടെ ഗന്ധവും അഗ്നിയുടെ ചൂടും കാറ്റും എല്ലാം ഞാൻ തന്നെയാണ്. ആ ഞാൻ എന്ന പരബ്രഹ്മം തന്നെയാണ്. അതിൽ എങ്ങനെയാണ് കളങ്കം ഉണ്ടാകുന്നതെന്ന്. ജനിക്കുമ്പോൾ എല്ലാവരും നിഷ്കളങ്കരും ഈശ്വര തുല്യരുമാണ്, ഇല്ലേ? അത്രി മഹർഷി പത്നിയായിരിക്കുന്ന അനസൂയയുടെ പാതിവൃത്യം പരീക്ഷിക്കാനായിട്ട് ത്രിമൂർത്തികളെത്തി. നമ്മൾ ആ കഥ കേട്ടിട്ടുണ്ട്. ആ ഭിക്ഷു വേഷധാരികളായിട്ട് കപിലപുത്രിയെ സമീപിച്ചപ്പോ ദേവി
ഭിക്ഷയുമായിട്ട് വന്നു. അവർ ആവശ്യപ്പെട്ടത് വിചിത്രമായ ഒരു അപേക്ഷയായിരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആ ദിഗംബരയായിട്ട് നിന്ന് വരുന്നവരിൽ നിന്ന് മാത്രമേ ആ ഒരു ഭിക്ഷ സ്വീകരിക്കുള്ളൂ എന്നതായിരുന്നു അവരുടെ ആ ഒരു സത്യം. അപ്പൊ ദേവിക്കും അങ്ങനെ തന്നാലേ സ്വീകരിക്കുള്ളൂ എന്ന് പറയണത് കേട്ടപ്പോൾ ദേവി പതിവ്രതാരത്നമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ആ ഒരു ബുദ്ധിപൂർവം ആ ഉത്തരം നൽകി. ഒരു സ്ത്രീ തന്റെ പതിയുടെ മുന്നിലും പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ മുന്നിലും മാത്രമേ നഗ്നമായ ശരീരത്തോടുകൂടി നിൽക്കാറുള്ളൂ. നിങ്ങൾ 3 പേരും നവജാത ശിശുക്കളായിട്ട് വരട്ടെ, ഞാൻ പതിവ്രതയാണെങ്കിൽ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ ത്രിമൂർത്തികളെ നിലത്ത് കിടന്ന് കൈകാലിട്ടടിച്ച് കുടയാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് സ്തന്യം നൽകി ആ ഒരു ഭിക്ഷ കൊടുക്കുകയും പിന്നെ എല്ലാവരുടെയും ഭാര്യമാര് വന്ന് പതി ഭിക്ഷ യാചിച്ചപ്പോഴാണ് അവർക്ക് പൂർവ്വ സ്വരൂപത്തെ തിരിച്ചു കിട്ടുന്നത്. അനസൂയയ്ക്ക് ഭർത്താവായിരിക്കുന്ന അനസൂയയ്ക്ക് ആ ഒരു എന്താ പറയാ ദത്താത്രേയ മഹർഷി, ചന്ദ്രൻ, ദുർവാസാവ് മഹർഷി മക്കളായിട്ട് തീർന്നത് അങ്ങനെയാണ്. ഒരു കുഞ്ഞ് ഈശ്വരന് തുല്യം തന്നെ നിഷ്കളങ്കമാണ്. അപ്പൊ ചന്ദ്രനിലെ കളങ്കവും ദേവി തന്നെയാണ്. നിഷ്കളങ്കയായ കുഞ്ഞുങ്ങള് കളങ്കരഹിതമാണ്. അതുപോലെ തന്നെയാണ് മാതൃസ്നേഹവും, അല്ലേ? അപ്പോ ദേവി എന്താ പറയുന്നത്? ദേവിക്കാണ് ഈ നാമങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിഷ്കളങ്കയായിരിക്കുന്ന ദേവി നിരുപാധി. നിര പ്ലസ് ഉപാധി. ഉപാധി എന്ന് പറഞ്ഞാൽ പരിധി, പകരം വയ്ക്കുന്ന പദാർത്ഥം എന്നൊക്കെ എടുക്കാം. പരിധി ഇല്ലാത്തവൾ, പകരം വയ്ക്കാനാകാത്തവൾ, ഉപാധികൾ ഇല്ലാത്തവൾ, അവിദ്യയാൽ സ്പർശിക്കപ്പെടാത്ത ശുദ്ധ സ്ഫടിക ലിംഗ സ്വരൂപമാണ് ദേവി എന്ന് പറയുന്നത്. അപ്പോ നിർഗതമായിട്ടുള്ള ആ ഒരു ഉപാധി ആയതിനെയാണ് നിരുപാധി എന്ന് പറയുന്നത്. ബ്രഹ്മത്തിന് ഒരു ഉപാധികളും പരിമിതികളും ഇല്ല. ഇതിനെ എന്താ പറയാ, ഉപാധികൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. ഇപ്പൊ ദേവിയാകട്ടെ യാതൊരു ഉപാധിയും ഇല്ലാത്തതാണ്. വിശ്വവ്യാപിയായിരിക്കുന്ന ചൈതന്യമാണ്. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നാൽ തോന്നൽ ഉണ്ടാകാൻ കാരണം തന്നെ ഉപാധികൾ ഉള്ളത് കൊണ്ടാണ്. ഈ ശക്തിക്ക് അളവുകോലുകളോ ഭേദബുദ്ധിയോ ഒന്നുമില്ല. അപ്പൊ അത് തന്നെ ശിവം. അപ്പൊ അതിനോട് ശക്തി ചേർന്ന് എല്ലാത്തിനും ആധാരമായിട്ട് തീരുകയാണ്. സൗന്ദര്യലഹരിയിലെ ആദ്യ ശ്ലോകം പറയുന്നു, കുശല സ്പന്ദിതം അഭിന്ന്. അപ്പൊ അതായത് ശക്തി ഇല്ലെങ്കിൽ ശിവന് ചലിക്കാൻ പോലും സാധ്യമല്ല, അനങ്ങാൻ സാധ്യമല്ല. ശക്തി എന്നത് ഉപാസനയിലൂടെ നമ്മൾ ശിവത്തിൽ എത്തിച്ചേരും. അപ്പൊ ഇതാണ് എന്താ പറയാ ശക്തിയുടെ ആ ഒരു ശക്തി. കാരണം ശക്തിക്ക് മാത്രം, ശക്തി എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ്, അല്ലെ? അപ്പൊ ആ ദേവി ശക്തിയാണ്. അടുത്ത നാമം നിരീശ്വര. നീര പ്ലസ് ഈശ്വര. ഈശ്വരൻ ഇല്ലാത്തവൾ. അപ്പൊ സ്വയം ഈശ്വരനാണല്ലോ, ഈശ്വരൻ ഇല്ല, ഇല്ലേ? ദേവി തന്നെ സ്വയം ഈശ്വരനാണ്, അല്ലെ? അപ്പൊ ദേവിക്കുപരി വേറൊരു ഈശ്വരൻ ഇല്ല എന്നർത്ഥം. അപ്പോ നിർഗതമായ ഈശ്വരനോട് കൂടിയിരിക്കുന്ന ശക്തി നിരീശ്വര എന്ന് നമുക്ക് പറയാം. നിരതിശയമായിട്ടുള്ള ഈശ്വരത്വം ഉള്ളവൾ, ഈശ്വരനിൽ നിലനിൽക്കാത്തത്, പ്രപഞ്ച കാരണ ശരീരങ്ങളിൽ ഇരിക്കുന്ന ശക്തി, ഇതെല്ലാം തന്നെ അതീതയായിട്ടിരിക്കുന്ന ശക്തിയാണെന്ന് ദേവി. എങ്ങനെ നമുക്ക് എടുക്കാം? എവിടെയൊക്കെയാണ് നിരീശ്വരവാദം കൊണ്ടോ അവിടെയൊക്കെ ബ്രഹ്മശക്തി തന്നെയാണുള്ളത്. ഇത് വിട്ടിട്ട് യാതൊരു എന്താ പറയാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലില്ല. ഇവിടെ ലളിതാ സഹസ്രനാമത്തിൽ നിർഗുണതലം അവസാനിക്കുകയാണ്. കാരണം നിഷേധങ്ങളെല്ലാം തന്നെ സ്ഥിരമായിരിക്കുന്ന സത്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് സമയത്തിലൂടെ, കാലത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ദേവിക്ക് മീതെ വേറൊരു ഈശ്വരൻ ഇല്ല എന്ന് എന്താ പറയാ വീണ്ടും 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 ഉറപ്പിക്കുകയാണ് ഈ നാമങ്ങളെല്ലാം തന്നെ. ഈശ്വരനും നിരീശ്വരനും രണ്ടിലും ആ ഈശശക്തിയുടെ ഭാവം തന്നെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നിരീശ്വര എന്നുള്ള നാമത്തിന് ശേഷം അടുത്ത നാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ഒരു നീരാഗ. കാരണം രാഗമില്ലാത്തവൾ, രാഗങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ, നീരാഗ. അതായത് രാഗദ്വേഷങ്ങൾ ഇല്ലാത്തവൾ. അങ്ങനെയാണ് നമ്മൾ അതിനർത്ഥം എടുക്കുന്നത്. അത് ദേവിയുടേതെന്നറിഞ്ഞാൽ ഏകമായിരിക്കുന്ന ആത്മാവില് സുഖദുഃഖ കാമക്രോധാദി ദ്വന്ദ്വങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇതറിഞ്ഞ ദ്വൈത ഭാവനകൾ ഇല്ലാതെ ആത്മബോധം നൽകുന്ന ആ ഒരു മഹത്തായ ശാന്തിയും ആനന്ദവും നേടാൻ ദേവിയാകുന്ന ആനന്ദ സ്വരൂപിണി, ആ ദേവിയെയാണ് നമ്മൾ നീരാഗ. ആ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നേടാൻ പറ്റുള്ളൂ. നീരാഗ എന്ന് പറഞ്ഞാല് രസമായിരിക്കുന്ന സംഗീതം എന്നും നമുക്ക് എടുക്കാം.
ഇപ്പൊ നിർഗതമായ രാഗമായിട്ടിരിക്കുന്നവൾ, രാഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായിട്ടില്ലാത്ത എല്ലാം ഒരേ ശക്തി തന്നെയാണ്. ഇപ്പൊ ശരീരത്തെ തിരിച്ചറിയുമ്പോൾ അതിൽ വസിക്കുന്ന ജീവനുകളെല്ലാം നമുക്ക് ഒന്നാണെന്ന് നമുക്ക് തിരിച്ചറിയും. ഇപ്പൊ രാഗമില്ലാത്തത് എന്നാല് നിർഗുണ ബ്രഹ്മത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഇത് അറിയുന്ന ഒരു സാധകൻ മുണ്ടക ഉപനിഷത്തിൽ പറയുന്ന പോലെ ഈ രൂപത്തിലായിരിക്കും. കാരണം ആത്മജ്ഞാനം കൊണ്ട് രാഗമറ്റവരായിരിക്കും. ഏകാഗ്ര ചിത്തരായിട്ടുള്ള അവർ ഈ ചൈതന്യത്തെ എല്ലായിടത്തും ദർശിച്ച് സാക്ഷാത്കരിക്കുന്നു. കാലക്രമേണ ബ്രഹ്മപ്രവേശനം സംഭവിക്കുന്നു. ഏതൊരു ജീവനും ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ജ്ഞാനം, സന്തോഷം, നിത്യത, സ്വാതന്ത്ര്യം, അവിഘ്നം, വൈഭവം എന്നീ രാഗങ്ങൾ ഉണ്ടായേ തീരുള്ളൂ. അപ്പൊ രാഗശരീരം എന്ന് പറയുന്നത് രാഗത്തിൽ നിന്ന് മുക്തമായിരിക്കുന്ന ആ ഒരു മുക്തമായ ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നതിനെയാണ്. ഇതിനെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവയെ ശുദ്ധമാക്കി പ്രകൃതിയെ മനസ്സിലാക്കി ഷഡ്വൈരികളെ ഇല്ലാതാക്കി സമഭാവനയോട് രാഗത്തെ ഇല്ലാതാക്കി ദേവിയുടെ ഉയർന്ന കൈവല്യ പദം നേടാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നേടാൻ സാധിക്കുള്ളൂ, അല്ലേ? അടുത്തത് നീരാഗ രാഗമഥന, രാഗത്തെ മഥനം ചെയ്യുന്നവൾ, അല്ലെ? ഭക്തരുടെ രാഗത്തെ കടഞ്ഞ് മുകളിൽ കൊണ്ടുവന്ന് നശിപ്പിക്കുന്നവൾ. രാഗം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒട്ടൽ, അല്ലെ? അപ്പൊ ഈശ്വരൻ അല്ലാതെ മറ്റെന്തിനോടുമുള്ള ഒരു താല്പര്യം. അപ്പോ ഭക്തജനങ്ങളെല്ലാം തന്നെ ജീവാത്മാക്കളാണ്, അല്ലെ? അവർക്ക് വിഷയസുഖത്തിലുള്ള തീവ്ര രാഗത്തെ മഥനം ചെയ്ത് വൈരാഗ്യം എന്ന് പറയുന്ന വെണ്ണയെ ദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പോ ആ വസുദേവ സ്വരൂപിണിയാണ് ദേവി. ആ ഒരു രാഗത്തെ വൈരാഗ്യമാക്കുന്നവളാണ്. രാഗം, ദ്വേഷം, അഭിനിവേശം, ക്ലേശങ്ങള് ഇതിനെല്ലാം ഇല്ലാതാക്കുന്നവൾ. ആ ഒരു അനന്ത രാഗങ്ങളുള്ള സംഗീത സിന്ധുവാണ് ദേവി. അപ്പൊ രാഗത്തെ മതിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാല് അതാണ് രാഗമഥന, അല്ലെ? ആസക്തിയെ മതിക്കുന്നവൾ. എല്ലാറ്റിനെയും ഇല്ലാതാക്കാൻ, അത് ഇല്ലാതാക്കാൻ ദേവിക്ക് അത് ഇല്ലാത്തവർക്കേ പറ്റുള്ളൂ. ഇതൊന്നും ഈ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ആദ്യം അതിനെ അറിഞ്ഞ് അനുഭവിച്ച് അതിനെ ഇല്ലാതാക്കണം. ഇപ്പൊ ആ ഒരു നീരാഗായിരിക്കുന്ന ദേവി രാഗമഥനയായിട്ട് തീരണു. ഇപ്പൊ സംസാര ചക്രത്തിലെ രാഗത്തെ ഉന്മൂലനം ചെയ്താലേ അവന് വൈരാഗ്യം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സംസാര സാഗരത്തിൽ മുങ്ങിപ്പോകാതെ രക്ഷപ്പെടുത്തുന്ന ആയുധമാണ് വൈരാഗ്യം. ഇനി ജീവനെ ഇവിടെ രാഗം കൊണ്ട് മഥിക്കുന്നതും ദേവി തന്നെയാണ്. ഏറ്റവും വലിയ ഒരു ആകർഷണം ഭൂമിക്ക് തന്നെയാണ് ഉള്ളത്. സൂര്യന്റെ പ്രകാശം, ചന്ദ്രന്റെ കുളിർമ എല്ലാം ഈ രാഗമഥനം കൊണ്ടാണ് ഭൂമിക്ക് കിട്ടുന്നത്. അപ്പൊ പ്രകൃതിയെ രാഗത്തിൽ മഥിച്ച് സൃഷ്ടിക്ക് സജ്ജമാക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതിയും ജീവനുകളും എല്ലാം ഇങ്ങനെ ഇവിടെ കഴിയുന്നത്. ഇപ്പൊ സതീദഹനത്തിൽ വിരക്തനായിരിക്കുന്ന മഹാദേവനെ പാർവതിയായിട്ട് ജനിച്ച രാഗത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നതും രാഗസ്വരൂപിണിയായിരിക്കുന്ന ദേവി തന്നെയാണ്. അപ്പൊ നീരാഗയായിട്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ആത്മാവിന് രാഗഭാവം കൊടുക്കുന്നത് ദേവിയാണ്. തന്റെ ശരീരത്തിലൂടെ ആ ഭക്തരിലുള്ള രാഗത്തെ മതിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നതും ഈ മഹാശക്തി തന്നെയാണ്. രാഗത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്താലേ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ, അല്ലേ? രാഗങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ആഗ്രഹങ്ങള്, പറ്റ്, അല്ലെ? പാശം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ രാഗമഥനിയായിരിക്കുന്ന ദേവി അടുത്ത നാമത്തിൽ പറയണു നിർമ്മത. 158 നാമം എന്ന് പറയുന്നതാണ് നിർമ്മത. മതം എന്ന് പറഞ്ഞാൽ ഗർവം. ആ ഒരു മതത്തിന് അപ്പുറത്ത് നിൽക്കുന്നവൾ നിർമ്മത. അപ്പൊ മറ്റൊരാൾക്ക് ഇല്ലാത്ത വസ്തു എനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് അഹങ്കരിക്കുന്നതിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം വേണം, മതം പാടില്ല. എല്ലാം ദേവിയുടെ കാരുണ്യത്തിലാണ് കിട്ടിയത്, എല്ലാം കിട്ടിയത്. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, ഇല്ലേ? ആ അഹങ്കാരമില്ലായ്മ. അപ്പൊ ആ ഒരു നിർമ്മത എന്നുള്ള നാമത്തിലെ മതത്തിൽ നിന്ന് നിശേഷം മുക്തമായവൾ എന്ന അർത്ഥം എടുക്കാം നമുക്ക്. മതം എന്നാൽ അഹങ്കാരം തന്നെയാണ്. വൈദിക ഭാഷയിലെ മതം എന്നാൽ ഞാൻ എന്ന ബോധം കൂടെയാണ്. അപ്പൊ വ്യക്തികളുടെ ചേർന്നിരിക്കുന്ന ഒരു വികാരമാണ് മതം, അല്ലെ? അപ്പോ താൻ അപരനേക്കാൾ മുകളിലാണെന്നുള്ള തോന്നല്, അതാണ് അഹങ്കാരത്തിന് കാരണം. ഗർവമാണ് മനുഷ്യനെ ആ ഒരു
പ്രപഞ്ച സൃഷ്ടികളെ നിഷേധിക്കുന്നതും മറ്റുള്ളവരോട് പകയുണ്ടാക്കാനും കാരണം. അപ്പൊ സർവം ഒന്നിൽ നിന്ന് വരുന്നു, ഒന്നിൽ ലയിക്കുന്നു. അപ്പോൾ മതം എന്നൊരു വികാരം അവിടെ ഇല്ല. അതാണ് ദേവീ തത്വം എന്ന് പറയുന്നത്. മനുഷ്യജന്മത്തിൽ എല്ലാവർക്കും വന്നു ചേരുന്നതാണ് എന്താ ആ ഒരു മതം അഥവാ ഈഗോ. ഈഗോ എന്ന് പറയാം അതിന്. അടുത്ത നാമത്തിൽ ദേവി മതനാശിനിയാണെന്ന് പറയണുണ്ട്. സമസ്തവും ഒരുപോലെ ആ കാണുന്ന പരമാത്മ ചൈതന്യമാണ്. ഒന്നിലും യാതൊരു വ്യത്യാസവും ദേവിക്കില്ല. ഒന്നിലും ആസക്തിയുമില്ല. പ്രകൃതിയെ അറിഞ്ഞ് അപരനെ ദ്രോഹിക്കാതെ ആത്മതത്വത്തെ അറിയുക. അപ്പൊ സ്വകർമ്മങ്ങളിലൂടെ വേണം ദേവിയിൽ എത്തുവാനായിട്ട്. ശ്രീ പാർവതി ദേവി അതികഠിനമായ സാധനയിലൂടെയും തപസ്സിലൂടെയുമാണ് ശ്രീ പരമേശ്വരനെ നേടിയത്. ഇച്ഛയും ജ്ഞാനവും ക്രിയാശക്തിയും ഉണർന്ന് തന്റെ എല്ലാം ഉപേക്ഷിച്ചാണ് സമ്പൂർണമായിരിക്കുന്ന പദവിയിൽ ദേവി എത്തിച്ചേർന്നത്. അപ്പൊ അത് ആത്മാ അർപ്പണമാണല്ലേ. ഇതാണ് സാധനയില് ഒരു സാധകന് വേണ്ടി ഏറ്റവും ഉയർന്ന ഗുണം. അപ്പൊ അടുത്ത നാമം പറയുന്നു മതനാശിനി. കാരണം മതത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി. ഭക്തരുടെ ഉള്ളിലെ നാനാവിധമായിരിക്കുന്ന ഗർവുകളെ ഇല്ലാതാക്കുന്നവളാണ്. ശരീരം, ധനം, അധികാരം, വസ്ത്രം, വിദ്യ തുടങ്ങിയത് കൊണ്ട് എത്രയോ ഗർവുകളാണ് മനുഷ്യനുള്ളത്, ഇല്ലേ? അപ്പോ ആ മദനം എന്ന അതിതീവ്രമായിരിക്കുന്ന മനോനില സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്നത് ആ ഒരു കാന്തി ആകർഷണം മാറ്റി വൈരാഗ്യം കൊടുക്കുന്നവൾ മതനാശിനി. ആ ഒരു മദനത്തെ അശനമാക്കുന്നവൾ മതനാശിനി. മതത്തെ നശിപ്പിക്കുന്നവളും എന്താ പറയാ അശനം എന്ന ആ ഒരു ഭക്ഷണം എത്തപ്പെടുക തുടങ്ങിയവ ഉള്ള അർത്ഥങ്ങളും നമുക്കിതിന് എടുക്കാം. കാരണം മതം എന്നുള്ളതിന് കാമം, ഉത്കണ്ഠ, മനക്ഷോഭം എന്നൊക്കെ അർത്ഥമുണ്ട്. കാമദേവന് മദനൻ എന്നൊരു പേരുണ്ട്. മതത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്താ വേണ്ടത്? ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്നാലേ അത് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? ഏതൊരു വ്യക്തിയിലും മതം ഉണ്ടാകുന്നത് ഒരു പരിശോധനയിലൂടെ നമ്മൾ അറിയണം അതുണ്ടെന്നുള്ളത്. മറ്റുള്ളവർ പറയുമ്പോഴാണ് നമ്മുടെ ആസക്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്, അല്ലേ? അത് തിരിച്ചറിഞ്ഞ് അതിനെ ആക്കുകയോ മുളയിലെ നുള്ളിക്കളയുകയോ ചെയ്താൽ മാത്രമേ മതം ഉണരാതിരിക്കുന്നുള്ളൂ. അപ്പൊ ദേവി അങ്ങനെയാണ് മതനാശിനിയാകുന്നത്. മതം എന്ന വാക്ക് പറയുമ്പോൾ പുരാണത്തിലെ മതാസുരനെ കുറിച്ച് ഒരു കഥയുണ്ട്. അശ്വിനി ദേവകളോട് പൊരുതുവാൻ വേണ്ടിയിട്ടാണ് ചവന മഹർഷി മതാസുരനെ സൃഷ്ടിക്കുന്നത്. പിന്നെ മതാസുരൻ ശുക്രാചാര്യരുടെ ശിഷ്യനായിട്ട് തീർന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആദിപരാശക്തിയെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി വരം നേടിയെന്നും കലിയുഗ അവസാനം വരെ താൻ അപരാജിതനായിരിക്കണമെന്ന് വരം നേടിയെന്നും പറയുന്നു. അങ്ങനെ മതാസുരന്റെ വിളയാട്ടമായിരുന്നു. പിന്നെ 3 ലോകത്തും പരിഭ്രാന്തരായിരിക്കുന്ന ദേവന്മാര് പലായനം ചെയ്തു എന്നും അതിനിടയില് ആ ഒരു സനത്കുമാര മഹർഷിയെ കാണുകയും അദ്ദേഹം പറഞ്ഞു ഗണപതിക്ക് മാത്രമേ മതാസുരനോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. മഹാഗണപതി മതാസുരനുമായിട്ട് ഏറ്റുമുട്ടി. ആ മതാസുരനെ തോൽപ്പിക്കാൻ ഗണപതിക്കും ഗണപതിയെ തോൽപ്പിക്കാൻ മതാസുരനും സാധിച്ചില്ല. ഗണപതി ഭഗവാൻ തന്റെ കൊമ്പ് പറിച്ചെടുത്ത് മതാസുരന്റെ നേരെ അയച്ചു. മതാസുരൻ ബന്ധനസ്ഥനായി. അങ്ങനെ ഗണപതി അവതാരങ്ങളിലെ 2ാമത്തെ ഏകദന്ത അവതാരം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ തന്റെ ബന്ധനം കുറച്ചു കാലത്തേക്ക് സാധ്യമാകുമെന്ന് അറിഞ്ഞ വിനായകൻ പരാശക്തിയെ സമീപിച്ച് കാര്യം ഉണർത്തി. വാത്സല്യത്താൽ ആദ്യം തന്നെ ദേവി നഷ്ടപ്പെട്ട കൊമ്പ് വിനായകന് തിരിച്ചു നൽകി. ശേഷം പരശുരാമ യുദ്ധത്തില് ഇടത്തെ കൊമ്പാണ് മുറിഞ്ഞു പോകുന്നത്. അതാണ് വിനായകന്റെ അവതാരങ്ങളില് വലതും ഇടതും കൊമ്പുകൾ മുറിഞ്ഞതായിട്ട് കാണുന്നത്. അപ്പൊ വലതു കൊമ്പ് മുറിഞ്ഞത് വലംപിരിയും, ഇടതു കൊമ്പ് മുറിഞ്ഞത് ഇടംപിരിയുമായിട്ട് നമ്മൾ അറിയപ്പെടുന്നു ഭഗവാനെ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ വലംപിരി ഗണപതിയാണ് ഇരിക്കുന്നത്. വലംപിരി പിങ്കളാനാടിയും ഇടംപിരി ഇടാനാടിയുമാണ് പ്രതിനിധീകരിക്കുന്നത്. വീടുകളിൽ ഇടംപിരിയും ക്ഷേത്രങ്ങളിൽ വലംപിരിയും നല്ലതാണെന്നൊരു ശാസ്ത്രമുണ്ട്. അപ്പൊ ദേവി ഗജാനന് മതാസുരനെ തളയ്ക്കാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തു. പ്രകൃതിയുടെ ആ ചാക്രിതയ്ക്കും മതാസുരൻ ആവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് അവനെ ജനിപ്പിച്ചതിന്റെ ആ ഒരു ഭക്തനായിരിക്കുന്ന ചവന മഹർഷിയെ ചെന്ന് കാണണമെന്നും പറഞ്ഞു. അങ്ങനെ ചവന മഹർഷി അവന്റെ മതത്തെ മദ്യം, ചൂത്, നായാട്ട്, മദിരാക്ഷി ഇവയിലാക്കി പരിമിതപ്പെടുത്തി. അതുകൊണ്ട് ഇതിലെല്ലാം തന്നെ ആസക്തനാകുന്ന മനുഷ്യനെ മതം കീഴ്പ്പെടുത്തുന്നു. ഇനി ദേവിക്കുള്ള സ്ഥൂല രൂപം നോക്കുമ്പോൾ കാമേശ്വരനെ ആശിക്കുന്നവൾ,
തന്റെ പതിയായ കാമേശ്വരൻ എന്ന മഹാദേവനെ സദാ ആഗ്രഹിച്ചിരിക്കുന്നവൾ. അപ്പോ ദേവി മതനാശിനി. അപ്പൊ ശിവത്തെ ആശിക്കുന്നവൾ ശക്തി, അല്ലെ? ഓരോ മനുഷ്യനും തന്റെ ഉള്ളിലെ ശക്തിയെ അറിഞ്ഞില്ലെങ്കിൽ അവന്റെ മതം അവനവന്റെ തന്നെ നാശത്തിനായിട്ട് വഴിയൊരുക്കും. അപ്പൊ മതത്തെ നശിപ്പിക്കുന്നത് ആധ്യാത്മികതയിലൂടെ ഊന്നിയ ധർമാചരണം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ പ്രകൃതിയിൽ തനിക്കുള്ള സ്ഥാനത്തെ അറിഞ്ഞ് സാധകന്റെ ഉള്ളിലെ മതം, ശങ്ക, ഭയം ഒക്കെ ഇല്ലാതാക്കുന്ന ശക്തിയായിട്ട് ദേവിയെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുക. ദേവി മാത്രാണ് മതനാശിനി. അങ്ങനെ നമ്മള് 160-ാമത്തെ നാമത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ 160-ാമത്തെ നാമം നിശ്ചിന്ത. ഇപ്പൊ മതനാശിനി എന്ന് പറഞ്ഞ അടുത്ത നാമങ്ങൾ വരുന്നത് നിശ്ചിന്ത, നിരഹങ്കാര, നിർമോഹ, മോഹനാശിനി, നിർമ്മമ, മമതാഹന്ത്രി, നിഷ്പാപ, പാപനാശിനി. അതിൽ 160-ാമത്തെ നാമം നിശ്ചിന്ത എന്നുള്ള നാമമാണ്. മനോവിഷമങ്ങൾക്കപ്പുറം നിൽക്കുന്നവൾ. ഇപ്പൊ ചിന്ത എന്ന് പറഞ്ഞാൽ മനക്ലേശം, ചിന്തനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കൽ, അല്ലെ? അപ്പൊ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നവൾ നിശ്ചിന്ത. ഇപ്പൊ ചിന്ത എന്നാല് ആ ഒരു ഛലം എന്നാണ് അർത്ഥം. കാപട്യം, കപടത, വഞ്ചന, അങ്ങനെയൊക്കെ എടുക്കാം. മറ്റൊരാളെ പാഠം പഠിപ്പിക്കാനും പ്രതികാരം ചെയ്യാനും ചൂഷണം ചെയ്ത് പലതും നേടാനുമുള്ള ചിന്തയാണ് നമ്മൾ ഛലം എന്ന് പറയുക. അപ്പൊ നമ്മുടെ പാസ്റ്റിലെ ആ ദുഃഖാനുഭവങ്ങള്, സ്മൃതികളിലെ സുഖാനുഭവങ്ങളെ ഓർത്ത് ജീവിതത്തെ നമ്മള് ചിന്തകൾ കൊണ്ട് എരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഈ ചിന്തകളെ ഒക്കെ അകറ്റി നിശ്ചിന്തരായിട്ട് ആ ഒരു ശ്രദ്ധ ദേവിയിൽ മാത്രം ഉറപ്പിച്ചവർക്ക് മാത്രമേ ബ്രഹ്മാനന്ദം നേടാവുന്ന ആ ചിന്താമണി വിദ്യ അത് കരസ്ഥമാക്കാൻ പറ്റൂ. എന്താണ് ചിന്താമണി വിദ്യ? ശ്രീവിദ്യ. ശ്രീവിദ്യ തന്നെയാണ് ചിന്താമണി വിദ്യ എന്ന് പറയുന്നത്. അപ്പോ നിർഗതമായിരിക്കുന്ന ചിന്തയുള്ളവൾ, ചിന്തയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായിട്ടിരിക്കുന്നവളും പൂർണ്ണ ചിന്തയും നിശ്ചിന്തയും എല്ലാം തന്നെ ദേവി തന്നെയാണ്, അല്ലേ? ദൃഢചിത്തയാണ്, ആദി ഇല്ലാത്തവളാണ് എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. ദൃഢചിത്തം വേണമെങ്കിൽ എന്താ വേണ്ടത്? സമചിത്തത വേണം, അല്ലേ? തന്റെ കർമ്മപഥങ്ങളെ കുറിച്ച് ഉറച്ച ബോധമുള്ളവരെ എല്ലാരെയും നമ്മൾ ദൃഢചിത്തരാണെന്ന് പറയും. ഭൂതകാലമോ ഭാവി കാലമോ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് സംഭ്രമം ഉണ്ടാകാതെ സദാ വർത്തമാന കാലത്തിൽ ഇരിക്കുന്നതാണ് ദേവി, അല്ലേ? കാരണം പ്രപഞ്ച അടിസ്ഥാനമായിരിക്കുന്ന ചൈതന്യം ഒരു രൂപത്തിന്റെയും പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല. എന്നാൽ പരിമിതമായ ശരീരത്തിൽ ഇരിക്കുന്ന മനുഷ്യൻ ചിത്തുള്ളത് കൊണ്ട് ചിന്തകളാൽ സദാ ഉഴലുന്നു. ഇപ്പൊ മനുഷ്യൻ എപ്പോഴും ആധിയാണ്, അല്ലേ? ചിതയ്ക്കും ചിന്തയ്ക്കും ഒരുപാട് സമാനതകളുണ്ട്. ചിന്തയ്ക്ക് ഒരു ബിന്ദു മാത്രമാണ് പ്രത്യേകത, അല്ലേ? സംസ്കൃതത്തിൽ അങ്ങനെ നമുക്ക് എഴുതാം. അങ്ങനെ ചിത എന്നാല് നിർജീവമായിരിക്കുന്ന ശരീരം ദഹിപ്പിക്കുമ്പോൾ ചിന്ത ജീവനുള്ള ശരീരത്തെ മൊത്തം ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ചിന്തകൾക്ക് എല്ലാം വിഷയ അധിഷ്ഠിതവും സ്വാർത്ഥവുമായിട്ട് ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതാണ്. കാരണം ഈ ലോകത്തെ കുറിച്ചുള്ള ചിന്തയല്ല നമുക്ക്, നമ്മളെയും നമ്മളോടുള്ളതിന്റെയും ആ ഒരു ആധിയാണ് വ്യക്തിക്ക്. കാരണം പ്രവൃത്തി, ദോഷം, അജ്ഞാനം ഇവയെല്ലാം തന്നെ നമുക്ക് കാരണമായിട്ട് എടുക്കാം. ഇതിന് കാരണമായിട്ടുള്ള ചിന്തകളെ ക്രമാതീതമായിട്ട് വർത്തിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ദേവിയെ നോക്കിയാൽ നമ്മുടെ ഈ ബൃഹത്തായിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ഒറ്റയ്ക്ക് സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന അമ്മയ്ക്ക് യാതൊരു ആകുലതകളുമില്ല, അല്ലെ? ഓരോന്നും എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അമ്മയ്ക്ക്. ആ ഒരു ചിന്തനത്തിന്റെ ഫലമാണിത്. ഇപ്പൊ ചിതയാകാതിരിക്കണമെങ്കിൽ കുറ്റമറ്റ പ്രവൃത്തി വേണം. അതിനായിട്ട് ആ ഒരു ജ്ഞാനാർത്ഥിയായിട്ട് മാറണം, ജ്ഞാനത്തെ കരസ്ഥമാക്കണം. അങ്ങനെയുള്ളവർക്ക് ആധിയില്ല. ആ ചെയ്യുന്ന പ്രവൃത്തികൾ ഗുരുത്വവും ജ്ഞാനത്തില് ഏകാഗ്രതയ്ക്കും വേണ്ടിയിട്ടാണ് ഈശ്വര ഭജനം നമ്മൾ ചെയ്യുന്നത്. ഇത് സാധനയാണ്, അല്ലെ? ആത്മസമർപ്പണം മാത്രമാണ് വ്യക്തിയെ ശുഭാപ്തി വിശ്വാസിയാക്കി തീർക്കുന്നത്. ഇപ്പൊ ദേവി ഭക്തി എന്ന് പറയുന്ന ഒറ്റ ചിന്ത നമ്മളെ ആകുലതകളിൽ നിന്ന് മുക്തമാക്കണു. ഒന്നിനെ തന്നെ ചിന്തിച്ചിരിക്കുന്നവർ അതായിട്ട് തീരണു. അപ്പോ കാർന്ന് തിന്നുന്ന ചിന്തകൾ ഒഴിവാക്കി സദാ ദേവിയിൽ മനസ്സുറപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താ? കാലക്രമേണ കൈവല്യമുക്തി കിട്ടുന്ന മാത്രമല്ല, ആ ജീവനെ ശിവനാക്കി മാറ്റി ദേവി നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ശിവബോധത്തെ തന്ന് അനുഗ്രഹിക്കും. അതിന് സംശയമില്ല, അല്ലെ? അപ്പൊ ദേവിയുടെ ഈ നാമങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോവുകയാണ്.
കാരണം ഇനി നമുക്ക് ബാക്കി നാമങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ആ ഒരു ഭക്തിയും ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിയും ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ആ ലളിതാ പരമേശ്വരി പൂർണ്ണ അനുഗ്രഹം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.